ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MRC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാളക്കാവിൻ്റെ അടുത്താണ്. ഇവിടെയൊക്കെ ഇപ്പോൾ തന്നെ ബൈക്കും കാറൊക്കെ പാർക്കിങ് ഏകദേശം ഫുള്ളാൽ തുടങ്ങിയിട്ടോ. ഞാൻ വീട്ടിൽ നിന്നൊരു 4 മണിക്ക് ഇറങ്ങി. ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് വല്ല ബൈക്ക് എടുത്ത് പോന്നു. ഇന്ന് നല്ല വെടിക്കെട്ട് ഉണ്ട് പൂരത്തിൻ്റെ അന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് അടിപൊളി ടോയ്സ് കണ്ടപ്പോൾ ഒന്ന് പകർത്തിയതാണ്. സംഭവം സൂപ്പറായിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ നടന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു കൊട്ട് ചിങ്കാരിമേളം വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ചയാണ് കേട്ടോ അതിങ്ങനെ അമ്പലത്തേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തേക്ക്. ഞാൻ ബൈക്ക് ഇട്ടിട്ട് ഒരു അര കിലോമീറ്ററിൻ്റെ മുകളിൽ നടക്കാനുണ്ട് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് നന്ദിലത്ത് ജിമാർട്ടിൻ്റെ വിസർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. വീശിക്കോ ഉണ്ട്, കാരണം ഫ്രീ അല്ലേ. 2, 3 ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കുന്നത്. എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഗൈസ്, നമ്മൾ ഉത്തരാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിട്ടോ. അപ്പോൾ ഇത് ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ആനപ്പൂരാണ് ഉത്തരാളിക്കാവിൽ മെയിൻ കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ കാളയും അങ്ങനത്തെ മറ്റുള്ള വേഷങ്ങളൊന്നുമില്ല. ഒരു 30 സംതിങ് ആന ഉണ്ടാവും. 3 ദേശക്കാരെ പൂരാണ്. കുമരനെല്ലൂർ ദേശം, വടക്കാഞ്ചേരി ദേശം, പിന്നെ എളങ്കാട് ദേശം. അപ്പോൾ അവരുടെ ആനകളവിടെ നിരത്തി നിർത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച അതിമനോഹരം കേട്ടോ. ഇത് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇപ്പോൾ സീസൺ ഈ പൂരം നേർച്ചയാവുകൊണ്ട് ഇങ്ങനത്തെ നമുക്ക് പറ്റാവുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ മുന്നിലോട്ട് ഞാൻ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ആനകളെ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. മെയിനായിട്ട് ഈ ആനപ്പൂരം എന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ബൈക്ക് എടുത്ത് ഓടിയതാണ്. അപ്പോൾ പിന്നെ വെടിക്കെട്ടും കഴിഞ്ഞ് പോരാന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ തുടർന്ന് കണ്ടോളൂ.
ഇനി ഓരോരോ ദേശത്തെ ആനകൾ കുറച്ച് അപ്പുറത്തോട്ട് പോയി നിൽക്കാൻ പോവാണ് കേട്ടോ. അതായത് 3 ദേശമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ 3 ദേശക്കാരെ ആനകൾ ഇനി ഒരുമിച്ച് നിൽക്കാൻ പോവാണ്. അത് നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഇത് ഏകദേശം 2 ടീമിൻ്റെ ആനകൾ ഇവിടുന്ന് പോകുന്നു തുടങ്ങി. കുറച്ച് അപ്പുറത്തോട്ട് പോയി നിൽക്കാൻ പോകട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ വലത് ഭാഗത്തൊരു ടീം നിൽക്കുന്നുണ്ട്. അവർ പോരാനായിട്ടില്ല. എന്തായാലും സംഭവം അടിപൊളി കാഴ്ചയാണ്. നമുക്ക് നല്ല അടുത്തുനിന്ന് കിട്ടിട്ടോ.
അങ്ങനെ ആനപ്പൂരമൊക്കെ കഴിഞ്ഞിട്ടോ ആനകൾ ആ നെറ്റിപ്പട്ടവും സംഭവങ്ങളൊക്കെ അയച്ചു വെച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്നിക്കാണ്. ഇവിടെ ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനകൾ കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. പിന്നെ ഇനി മരുന്ന് പണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അത് 7:30 പറഞ്ഞേക്കണ്. 8 മണി പൊട്ടെന്ന് വിചാരിക്കുക. ഇത് മരുന്ന് വെച്ച് കെട്ടാനുള്ള കുറ്റി അടിച്ച് വെച്ച് കേട്ടോ. ഇവിടെയാണ് കലാശ പൊട്ട് വരുന്നത്. അതുകൊണ്ട് ആനകൾ വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിലാണ് ഡ്രം വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഏരക്ക് ഒരു വരമ്പത്ത് കയറി നിൽക്കൽ തുടങ്ങി കേട്ടോ. ഇത് സംഭവം അവർക്ക് കുറേ പണി ഉണ്ട്. അവിടെ മരുന്ന് നിറക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ അത് വന്ന് ചെക്ക് ചെയ്യൽ, അങ്ങനത്തെ കുറേ കലാപരിപാടികളുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ ക്ഷമ കെട്ടു. കാരണം ഇത് പൊട്ടിയത് ഏകദേശം 10 മണി കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഇരുന്നിട്ടൊക്കെ ആകെ ക്ഷമ നശിച്ചു ആളുകളെ. ഞാനൊരു 8:30 ഇത് പൊട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ പൊട്ടിയില്ല. 10 മണിയായി. 10 മണി 2.5 മിനിറ്റ് കഷ്ട പൊട്ടിയത്. സാമ്പിളിൻ്റെ അത്ര വന്നില്ല കേട്ടോ സംഭവം. സാമ്പിൾ ഉഷാറായി.